ഹലോ, സമയം കണ്ടോ? രാത്രി 10:32. വെറുതെ റീൽസൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഐറ്റം കണ്ടു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാത്തതായതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് നേരെ കിച്ചണിലേക്ക് വന്നു. അതിനാദ്യം ആവശ്യം ബ്രെഡാണ് കേട്ടോ. അപ്പോൾ 2 ബ്രെഡ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ് വെച്ച് അതിനെങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്ത് ചുറ്റിനുള്ള ഭാഗവും നമ്മൾ കളയാൻ പാടില്ല, അത് നമുക്കിനി ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്ക് പിന്നെ ആവശ്യം ഡയറി മിൽക്ക് അല്ല, ഏതെങ്കിലും ഒരു ചോക്ലേറ്റ്. അപ്പം നമ്മളെടുത്തത് ഡയറി മിൽക്കാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് സ്ലൈസ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പാനിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡിൻ്റെ പീസസ് ഇല്ലേ, ചോക്ലേറ്റ് ആഡ് ചെയ്ത ബ്രെഡിൻ്റെ പീസസ് നമുക്ക് ചൂടാവാനായിട്ട് വെക്കാം. അപ്പം നന്നായിട്ടിത് മൊരിഞ്ഞ് കിട്ടണം. ഓക്കെ, നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു ബ്രെഡ് പീസസ് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ കുറേ നേരം അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ ബ്രെഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ചുറ്റിനുള്ള ആ ഭാഗമില്ലേ, അത് നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാനിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഒരു എഗ്ഗ് പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കാം. ശരിക്കും ഇതിൻ്റെ പുറത്തേക്ക് വരാൻ പാടില്ല കേട്ടോ. നമുക്കിത് ശരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല. അത് പുറത്തേക്ക് വരാതെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോൾ അത് കുറച്ച് പുറത്തേക്കൊക്കെ വന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്ലോ ആയിട്ട് ചെയ്ത് നോക്കും. അപ്പോൾ പുറത്തേക്ക് വരാതിരിക്കുമായിരിക്കും, അറിയില്ല. അപ്പോൾ കുറച്ച് ആ മുട്ടയും കൂടി ഒന്ന് റെഡിയായി വന്നപ്പോൾ അതും കൂടി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി ഐറ്റം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ വലിയ സംഗതികളൊന്നും ഇല്ലയെന്ന് തോന്നും, ചെയ്യാനും വളരെ സിമ്പിളാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നത് വരെ ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചേ. പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ്. കാരണം ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും അതുപോലെ ബ്രെഡിൻ്റെ ക്രിസ്പിനെസ്സും എഗ്ഗിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി വന്നപ്പോൾ ഒരു നല്ല വെറൈറ്റി ടേസ്റ്റ് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട. താങ്ക്